2023 റിലീസായ ഡിയർ കോൺട്രാക്ട് ബോയ് ഫ്രണ്ട് എന്ന ഒരു രസകരമായ റൊമാൻറ്റിക് ഫാന്റസി കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ബവോയെ കാണിച്ചുകൊണ്ടാണ്. ബവോദെ ബാത്ടബില് ഫുള്ള് പതയിലും മുങ്ങിയിരുന്ന് വൈൻ കുടിച്ചുകൊണ്ട് അവളുടെ ഫേവറേറ്റ് ഒരു കീ ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി ഡ്രാമയ്ക്ക് വളരെ അഡിക്റ്റ് ആണ്. അതും പ്രത്യേകിച്ച് ഇങ്ങനെ ഏലിയൻ ലവ് ഹ്യൂമൻ കൈൻഡ് ഓഫ് ഡ്രാമാസ്, റോബോട്ട് ലവ് ഹ്യൂമൻ കൈൻഡ് ഓഫ് ഡ്രാമാസ് ഒക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുന്നവൾ ആ ഒരു സമയത്ത് കറക്റ്റായി ഒരു ഉൽക്ക ഭൂമിയിലേക്ക് എത്തുന്ന കാര്യം മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ മനസ്സിൽ വിഷു നടത്താനായി ഒരുങ്ങുകയാണ്. കഴിഞ്ഞ 23 വർഷമായിട്ട് ഞാൻ സിംഗിൾ അല്ലേ, എനിക്ക് നല്ലൊരു പയ്യനെ തന്നെ എത്രയും പെട്ടെന്ന് സെറ്റ് ആക്കി തരണേന്ന് അവൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയം ഓൾറെഡി ഡ്രാമ കണ്ട് അതിലെ പോലെ ഒരു കിടുക്കൻ റൊമാൻസ് തന്റെ ലൈഫിൽ നടക്കണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെ അവൾ വിവാഹവേഷത്തില് അവളുടെ ക്രഷായ ഒരു പയ്യന്റെ അടുത്ത് നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഞൊടിയിടയിൽ ആ ഒരു പയ്യൻ മാഞ്ഞ് മറ്റൊരു അപരിചിതൻ അവളുടെ അടുത്തേക്ക് വരുന്നു. ആരാ നിങ്ങളെന്ന് അവൾ ഇങ്ങനെ ചോദിക്കുമ്പോ, എന്റെ പേര് സിൻ എന്നാണ്, ഞാൻ നിനക്ക് വേണ്ടി ഇത്ര ദൂരം സഞ്ചരിച്ച് ഭൂമിയിലേക്ക് വന്നതാണെന്ന് അറിയാമോ എന്ന് പറയുന്ന അവൻ അവളെ കിസ് ചെയ്യുന്നു. അവൾക്ക് ആരെന്ന് പോലും അറിയാത്ത ഒരാൾ അവൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് യാത്ര ചെയ്ത് വന്ന് എന്നൊക്കെ ഡയലോഗ് അടിക്കുന്നത് കേട്ട് പെട്ടെന്ന് കണ്ണ് തുറക്കുന്ന അവൾ അവളുടെ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണരുകയാണ്. നല്ലൊരു സ്വപ്നം കണ്ടുവരായിരുന്നു. സ്വപ്നത്തിലെങ്കിലും ഞാനൊന്ന് കമ്മിറ്റഡ് ആവുന്ന പോലെ വന്നപ്പോ ആരും വന്നതെല്ലാം കൊളവാക്കിയല്ലോ എന്ന് പെറുപുറത്ത് അവൾ ബാത്ടബിലെ കുളി മതിയാക്കി എഴുന്നേറ്റ് പോകാനായി ഇറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് ബാത്ടബിലേക്ക് പടക്കമെന്നും പറഞ്ഞു എന്തോ വന്ന് വീഴുന്നത്. എന്താണതെന്ന് അറിയാനായി തിരിഞ്ഞു നോക്കുന്ന അവൾ അവിടെ ഒരാളെ കാണുന്നു. ഏതാണ്ട് ഒരു മനുഷ്യനും റോബോട്ടും ചേർന്ന കണക്കുള്ള ഒരു രൂപം. അവൾ ഇത് കണ്ട് ആകെ പേടിക്കുമ്പോഴേക്കും അവനാകട്ടെ ദേഹത്ത് വെള്ളമായതുകൊണ്ട് തന്നെ അതൊരു റോബോട്ടും കൂടി ആണല്ലോ. ഉടനെ മാൽ ഫംഗ്ഷൻ ചെയ്യാനായി തുടങ്ങുന്നു. പെട്ടെന്ന് തന്നെ ടവൽ എടുത്ത് ദേഹത്തെ വെള്ളം തുടയ്ക്കാനായി ടവല് തപ്പുന്ന അവന്റെ മുന്നില് ടവൽ എടുത്തു നിൽക്കുന്ന ബവോയെ കണ്ട് അവളുടെ അടുത്തേക്ക് ടവല് പറിക്കാനായി ഓടി വരുമ്പോഴത്തേക്കും അവൾ ഇവൻ ആരാണെന്നും അറിയില്ല, ഇവൻ എന്ത് ഇനി തന്നെ ചെയ്യാൻ പോകുന്നതെന്നും അറിയാതെ പേടിച്ച് കണ്ണിറുക്കി അടയ്ക്കുന്നുണ്ട്. പക്ഷെ അടുത്ത നിമിഷം അവൾ കണ്ണ് തുറക്കുമ്പോ അവിടെ ആരുമില്ല, ഒന്നുമില്ല. ഞാൻ എന്താ ഇങ്ങനെ അങ്ങ് സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നതെന്ന് അവൾ അവളെ തന്നെ തട്ടുന്നു. അങ്ങനെ ആ ഒരു സമയത്താണ് തന്റെ ഫ്രണ്ട് അത്യാവശ്യമായിട്ട് ഒരു പബ്ബിലേക്ക് വരാനായി ബവോയോട് പറയുന്നത്. അവള് വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ ഫ്രണ്ട് ആണെങ്കിൽ ഒരു ഡേറ്റിന് വന്നിരിക്കുകയാണ്. ആളിനെ നേരിൽ കാണാതെ കുറച്ചൊന്ന് ചാറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ നേരിൽ കാണുമ്പോ മുന്നേ ആള് കാണിച്ചിരുന്ന ഫോട്ടോയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ് വന്നിരിക്കുന്നത്. തുടർന്ന് ആ പേരിൽ ഫ്രണ്ട് അവിടെ കിടന്ന് ബഹളം വെച്ച് അയാളും വിടാതെ ബഹളം വെച്ച് അങ്ങനെ ഒരു സീൻ ആകുമ്പോ ബവോ എത്തി ഫ്രണ്ടിനെ രക്ഷിക്കുന്നുണ്ട്. കൂടാതെ അവള്, നീ എത്ര ഡേറ്റിങ്ങിനായി പോകുന്നത്, എല്ലാം ചീറ്റി പോയിട്ടും നിനക്ക് വീണ്ടും ഒരു മടിയില്ലെന്നെല്ലാം ചോദിക്കുമ്പോ, നിന്നെ പോലെ ജീവിതകാലം സിംഗിൾ ആയിട്ടിരിക്കുന്ന ഒരാളോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഫ്രണ്ടും പറയുന്നു. അങ്ങനെ ഇവര് സംസാരിച്ച് ഇവിടെ നിന്ന് പോകാനായി നിൽക്കുമ്പോഴാണ് അവിടേക്ക് നമ്മുടെ സിന്നിന്റെ വരവ്. ആക്ച്വലി അവനെ കാണുന്ന അവൾ, ഇവനെയല്ല ഞാൻ മുന്നേ കണ്ടത്, അപ്പൊ അത് സ്വപ്നമല്ലേ എന്ന് കൺഫേം ചെയ്യുന്നുണ്ട്. കാരണം അവൻ ജസ്റ്റ് വരല്ല, അവളുടെ ടവലും അവന്റെ കയ്യിൽ ആ ടൈം ഉണ്ടായിരുന്നു. അവളാകെ ഇവൻ ആരാ, എന്തിനാ എന്റെ വീട്ടിൽ വന്നത്, എന്തിനാ എന്നെ പിന്തുടർന്ന് ഇങ്ങോട്ട് വന്നതെന്ന് പേടിച്ച് നിൽക്കുമ്പോ അവളെ നോക്കി വരുന്ന സിന്നിന്റെ സിസ്റ്റത്തിൽ നിന്ന് ഒരു സൗണ്ട് വരുന്നുണ്ട്. ആ പെൺകുട്ടി തന്നെയാണ് നമ്മൾ അന്വേഷിക്കുന്ന ആളെന്ന് പറഞ്ഞു. അവൻ വേഗം അവളുടെ അടുത്തെത്തി അവളെ കിസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ചുറ്റിനുള്ള എല്ലാവരും ഫ്രീസ് ആവുന്നു. ഇത് കണ്ട് അവൾ ആകെ ഞെട്ടി നിൽക്കുമ്പോഴേക്കും അവളെ എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോകുന്നത് അപാര സ്പീഡിലാണ്. അവർ പോയ ശേഷം ഇവിടെയുള്ള എല്ലാവരും അൺഫ്രീസ് ആകുമ്പോൾ ബവോയുടെ ഫ്രണ്ട് ഇവിടെ നിന്ന് ബവോ എവിടെയെന്ന് ചിന്തിച്ച് അവളെ അന്വേഷിക്കാനായി തുടങ്ങുന്നു. അപ്പോഴേക്കും അസാധ്യ സ്പീഡില് അവളെയും എടുത്തുകൊണ്ട് സിൻ ഓടുമ്പോ, ആരാ നീ എന്താ മനുഷ്യനല്ലേ ഇങ്ങനൊക്കെ ഓടുന്നല്ലോ എന്നൊക്കെ അവള് ചോദിക്കുമ്പോ, ഞാൻ ആക്ച്വലി മനുഷ്യനല്ല, ഒരു മാൻ മെഷീൻ ഏലിയൻ ആണെന്ന് പറയുന്നു. അതായത് മനുഷ്യന്റെയും മിഷന്റെയും പവറുകൾ സംയോജിപ്പിച്ച ഒരു ഏലിയൻ. ഏലിയൻ എന്ന് പറഞ്ഞാൽ അന്യഗ്രഹ ജീവി എന്നല്ലേ. മനുഷ്യർ എർത്തിൽ ജീവിക്കുന്നത് പോലെ തന്നെ മറ്റൊരു പ്ലാനറ്റിലാണ് ഇവൻ ജീവിക്കുന്നത്. തുടർന്ന് അവൻ അങ്ങനെ അവന്റെ കാര്യങ്ങൾ, എന്തിനാണ് അവൻ ഇവിടെ വന്നത് എന്നൊക്കെ സംസാരിക്കാനായി വരുമ്പോഴേക്കും അവളുടെ കാലില് പരിക്കേറ്റിരുന്നു. അത് കുറച്ചു മുന്നേ സംഭവിച്ചതാണ്. അത് കാണുന്നവൻ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ അവൾ ഉള്ളപ്പോ അവിടെ അവൾ ഉണ്ടെന്നറിഞ്ഞ് അവളുടെ ഫ്രണ്ട് ഒക്കെ കാണാനായി വരുമ്പോഴേക്കും സിൻ അവിടെ നിന്ന് മുങ്ങുന്നുണ്ട്. തുടർന്ന് ഫ്രണ്ട് അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി ഒരുങ്ങുമ്പോഴാണ് അവിടേക്ക് ബവോയുടെ അമ്മയും ബവോയുടെ ക്രഷായ മുന്നേ അവൾ സ്വപ്നത്തില് അവളെ വിവാഹം ചെയ്യാൻ വരുന്നത് പോലെ കണ്ട ആ പയ്യനും വരുന്നത്. അവന്റെ പേര് വെൻ എന്നാണ്. വെൻ ബവോ ഹോസ്പിറ്റലിൽ ആണെന്നറിഞ്ഞ് അമ്മയുടെ കൂടെ കാണാൻ വന്നതാണ്. ആ ഒരു ടീം അമ്മ അവളെ വഴക്കു പറയുന്നുണ്ട്. ഇത്രയും വലുതായിട്ട് ഇപ്പോഴും കുഞ്ഞുകളി, അവക്ക് മര്യാദയ്ക്ക് നോക്കി കണ്ട് നടക്കണ്ടേ, എന്തെങ്കിലും പറ്റി എന്ത് ചെയ്യും, വേഗം തന്നെ ഈ കുഞ്ഞുകളിയൊക്കെ അവസാനിപ്പിച്ച് ഇവനെ വിവാഹം ചെയ്ത് ലൈഫിൽ സെറ്റിൽ ആവാൻ നോക്കുന്നില്ല അമ്മ പറയുമ്പോ, ആള് തന്റെ ക്രഷ് ആണെങ്കിലും അവള് പെട്ടെന്ന് എന്താ അമ്മ എപ്പോഴും ഈ കല്യാണത്തിനെ പറ്റി ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ വലിയ ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുമ്പോ അവിടെ സിൻ ഇതെല്ലാം കേട്ട് നിൽപ്പുണ്ടായിരുന്നു. കല്യാണക്കാരും സംസാരിക്കുന്നത് കേട്ട് അവൻ അതിൽ ഇടപെടുന്നു. ഞാൻ ഇവളുടെ ബോയ്
ബോയ് ഫ്രണ്ടാ, അതുകൊണ്ട് വേറെ ഒരാളുമായിട്ടും ഇവളുടെ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞ് ബവോയുടെ മറുപടി ഒന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ സിൻ പെട്ടെന്ന് തന്നെ അവളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ഇത് കണ്ട് ബവോയുടെ അമ്മയും വെന്നും ഒക്കെ ആകെ ഞെട്ടി നിൽക്കാണ്. അല്ല, സത്യത്തിൽ നീ ഒരു ഏലിയൻ തന്നെയാണോ? എന്തിനാ നീ ഇവിടേക്ക് വന്ന? എന്തിനാ നീ എന്റെ അടുത്തേക്ക് വന്ന് എന്നൊക്കെ അവള് ചോദിക്കുമ്പോൾ, നിന്നെ കൊണ്ട് എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്, പക്ഷെ ഇപ്പൊ കൂടുതലൊന്നും പറയാൻ പറ്റില്ല, എന്റെ സിസ്റ്റത്തില് സ്ലീപ്പിംഗ് മോഡിന്റെ ടൈമായെന്ന് പറഞ്ഞ് അവൾ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റായി ആൻസർ കൊടുക്കാതെ അവൻ പതിയെ അവളുടെ മടിയിലേക്ക് ചാരി മയങ്ങുകയാണ്. അവളാകട്ടെ ഇവനെ കൊണ്ട് എന്ത് ചെയ്യുന്നറിയാതെ നേരെ അവളുടെ താമസ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അടുത്ത ദിവസം അവൻ ഉണർന്നു കഴിയുമ്പോൾ, എന്തിനാ എന്റെ അമ്മയോടും എന്റെ ക്രഷിനോടും എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞത്? എനിക്ക് അതുകൊണ്ട് ഇനി എന്തൊക്കെ പ്രശ്നം വരാൻ പോകുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? എന്തായാലും അതിനെപ്പറ്റിയൊക്കെ പിന്നെ ആലോചിക്കാം. ഇവിടെ ഒരുപാട് പണിയുണ്ട്, ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, ക്ലീൻ ചെയ്തിട്ടില്ല, വേഗം നീ എന്നെ ഇതിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായി അവള് പറയുമ്പോൾ അവൻ അവിടെ ക്ലീൻ ഒക്കെ ചെയ്ത് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുക്ക് ചെയ്യാനായിട്ട് കിച്ചണിൽ ചെല്ലുമ്പോൾ ഒരു വകയും അവന് കുക്ക് ചെയ്യാനേ അറിയില്ല. കുക്ക് ചെയ്യാനാന്നും പറഞ്ഞ് അവിടെ മൊത്തത്തില് അലങ്കോലപ്പെടുത്തി ഒരു പരുവാക്കി എടുക്കുന്നു. അതിനുശേഷം ഇവനെ ഇവിടെ കുറച്ചു ദിവസം തന്റെ കൂടെ നിർത്തണം എന്നവൾക്ക് ഒരു ആവശ്യം വരുന്നുണ്ട്. കാരണം അവനും എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നു. അതിനു പുറമെ ഇവളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണ്. അവൾക്ക് ചില കോഡും കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഇവനൊരു ഏലിയൻ റോബോട്ട് ആയതുകൊണ്ട് തനിക്ക് അതിനൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് കരുതി അവിടെ സ്റ്റേ ചെയ്യാനായി അവനെ അനുവദിക്കുന്ന അവൾ ചില കണ്ടീഷൻസ് വെക്കുന്നുണ്ട്. ഇവിടെയുള്ള എന്റെ ഒരു സാധനങ്ങളിലും എന്റെ അനുവാദം ഇല്ലാതെ ടച്ച് ചെയ്യാൻ പാടില്ല, എനിക്ക് നീ തൊല്ല തരാൻ പാടില്ല, പിന്നെ നീ കാരണം എനിക്ക് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം വന്നെങ്കിൽ അതിനൊക്കെ നിന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് വീട്ടിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നില്ല. അവൻ അതിനൊക്കെ സമ്മതിക്കുന്ന ടീം അവൾ പെട്ടെന്ന് അവൾ പുതുതായി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോഡ് ടെസ്റ്റ് ചെയ്യാനായി അവനെ പിടിച്ചിരുത്തുന്നുണ്ട്. അതിനായിട്ട് ഹെൽമെറ്റ് കണക്കുള്ള ഒരു ഡിവൈസ് അവന്റെ തലയിൽ വെച്ചു കൊടുക്കുന്നു. അതുമൂലം ചില പ്രോഗ്രാം കോഡ്സ് ടെസ്റ്റ് ചെയ്യുന്ന അവൾക്ക് അവനിൽ നിന്ന് വരുന്ന ഡേറ്റ താൻ എവിടെയോ മുന്നേ കണ്ടതുപോലെ തോന്നുന്നുണ്ട്. അവൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവൻ അതിന് ഉത്തരം കൊടുക്കാതെ ആ ഡിവൈസ് എടുത്ത് മാറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവൾ അവോയ്ഡ് ചെയ്യാണ്. അവൾ ആ കോഡിനെ പറ്റി തന്നെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഇവനൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നത്. ഈ ഒരു എർത്തിലേക്ക് വന്ന് ബവോയെ കണ്ടുപിടിക്കാനായി സിന്നിന്റെ മുത്തശ്ശനാണ് അവനെ പറഞ്ഞു വിട്ടത്. അവൻ പക്ഷെ ആ ഒരു കാര്യം അവളോട് പറയാതെ നിൽക്കുമ്പോഴേക്കും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ ഇപ്പോൾ ഇവനിൽ നിന്ന് ഇവൾ റിട്രീവ് ചെയ്ത അതേ കോഡുകൾ അവളെ വന്ന് കാണിച്ച് ഒരു കാര്യം ആവശ്യപ്പെട്ടത് അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോ വർഷങ്ങൾക്ക് മുന്നേ വേറൊരു രൂപത്തിൽ വന്ന് എന്നോട് സംസാരിച്ച് ഈ കോഡുകൾ കാണിച്ചത് നീയാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ, ഞാനല്ല, അതിന്റെ മുത്തശ്ശനാണെന്ന് പറയുന്നവൻ, എന്തിനു നീ ഇപ്പോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവളുടെ ചോദ്യത്തിന് നിന്നെ പറ്റി എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കാനായിട്ടാ വന്നതെന്ന് മാത്രം മനസ്സിൽ കരുതി അത് പക്ഷെ അവളോട് പറയാതെ ഞാനിവിടെ വേറൊരു ആവശ്യത്തിന് വന്നതാ, അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാമെന്ന് അവൻ പറയുന്നു. എന്തായാലും ഇവന്റെ മട്ടുഭാവം കണ്ടാൽ ഇവനൊരു മനുഷ്യനാണോ എന്ന് പലർക്കും ഡൗട്ട് തോന്നാൻ ഈസിയാണ് എന്ന് മനസ്സിലാക്കുന്ന അവൾ അവന്റെ ഗെറ്റപ്പ് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ്. ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട് അവൾ എന്തേ നോക്കുന്നത്, എന്താ കാണുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാനിപ്പോ എർത്തിലേക്ക് വന്നത് ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാ, അതിനധികം നാളെ എനിക്ക് സമയമില്ല, എത്രയും പെട്ടെന്ന് അത് തീർത്ത് ഞാൻ മടങ്ങി പോകണം, അതിനുള്ള സിഗ്നൽ ആണ് ഇതെന്ന് അവളോട് പറയുന്നു. പക്ഷെ ആക്ച്വലി ജസ്റ്റ് ഒരു സിഗ്നൽ ആയിരുന്നില്ല അത്. സിൻ വന്നതുപോലെ തന്നെ മറ്റേ പ്ലാനറ്റിൽ നിന്ന് മറ്റൊരു ഏലിയൻ ഇങ്ങോട്ടേക്ക് ലാൻഡ് ആയിട്ടുണ്ട്. ആദ്യം നമ്മുടെ സിൻ ഉണ്ടായിരുന്ന അതേ ഒരു വേഷത്തിലും ഭാവത്തിലുമായിരുന്നു അയാളും ഉള്ളത്. എന്തായാലും അപ്പോഴേക്കും എന്തോ ഒരു കാര്യത്തിനാണ് ഈ ഒരു ഏലിയൻ റോബോട്ട് തന്നെ അടുത്ത് വന്ന് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നവൾ പക്ഷെ അത് എന്താണെന്ന് അറിയാനായി, കൂടാതെ ഇവന്റെ കോഡുകൾ കണ്ട് ഡൗട്ട് തോന്നിയൊക്കെ അവന്റെ അടുത്ത് നിന്ന് സത്യം മനസ്സിലാക്കാനായി നേരിട്ട് ചോദിച്ചാൽ അവൻ പറയില്ല എന്നറിയാവുന്നത് കൊണ്ട് അവനെ കുടിപ്പിച്ച് പൂസാക്കി അത് പറയിപ്പിക്കാനായി നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ഇവള് വിചാരിച്ചതിനേക്കാൾ വളരെ സ്മാർട്ട് ആയതുകൊണ്ട് തന്നെ അവളുടെ ഐഡിയ ഒന്നും തന്നെ വർക്ക്ഔട്ട് ആവുന്നില്ല. എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് ബവോയുടെ താമസ സ്ഥലത്തേക്ക് അവളുടെ ക്രഷ് വെൻ എത്തുന്നത്. അവൻ ഇവിടെ എത്തി രണ്ടുപേരെയും ഒന്നിച്ചു കണ്ട് ആകെ ഞെട്ടിപ്പോന്നു. ഇവൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇങ്ങനെ ലിവിംഗ് ടുഗദറിലായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വെൻ പറയുമ്പോ, ഞങ്ങള് ഒന്നിച്ച് സ്റ്റേ ചെയ്യുന്നെന്ന് കരുതി ഞങ്ങൾക്കിടയിൽ റിലേഷൻ ഒന്നും തന്നെ ഇല്ല, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ എന്നല്ല അവള് പറയുമ്പോ, അതെ അതെ ഞങ്ങൾ ഒരുപാട് എഗ്രിമെന്റിന്റെ പുറത്താണ് ഇവിടെ ഒന്നിച്ചുള്ളതെന്നും പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോ ഇവരുടെ സംസാരത്തിലൊക്കെ പന്തികേട് തോന്നുന്ന വെന്നാകട്ടെ, ശരി ഞാൻ നിന്റെ കൂടെ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പോകാനായിട്ട് വന്നതാ, നമുക്ക് പോകാന്നും പറഞ്ഞ് വെൻ അവളെ വിളിക്കുമ്പോ ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്നും പറഞ്ഞ് സിൻ വേഗം തന്നെ അവളെയും എടുത്ത് കാറിൽ കയറിയിരിക്കുന്നു. അങ്ങനെ ഇവർ മൂന്നുപേരും കൂടി ഒരു റെസ്റ്റോറന്റിൽ പോകുന്നുണ്ട്. പക്ഷെ അവിടെ വെച്ച് ബവോയ്ക്ക് സ്വസ്ഥമായിട്ട് ഒരു ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല. അവളുടെ ഇടതും വലതും ഇരുന്ന് ഇവര് മത്സരിച്ച് കഴിച്ച് എല്ലാം തീർക്കാണ്. ലാസ്റ്റ് ഒരു പീസ് വരുമ്പോ അതെങ്കിലും കഴിക്കാലോ എന്ന് വിചാരിച്ച് അവൾ അത് എടുക്കാനായി പോകുമ്പോ അതിലും അവന്മാര് പിടുത്തിട്ട് കടിപിടി കൂടുന്നു. ദേഷ്യം വരുന്ന അവൾ ഇവരോട് പിണങ്ങി ഇറങ്ങി പോകുമ്പോ പിന്നീട് ബില്ലടയ്ക്കാൻ പോകുന്ന ടീം സെന്നിന്റെ കയ്യിൽ ഒരു രൂപ പോലും ബില്ലടയ്ക്കാനില്ല. 10 പൈസ കയ്യിലില്ലാതെ എന്തൊരു ബിൽഡപ്പാണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കി വെന്നാണ് ബില്ലെല്ലാം അടയ്ക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്നിപ്പോ പിണങ്ങിപ്പോയ ബവോയെ അന്വേഷിച്ച് പോകാനായി തന്റെ കാറിലേക്ക് കയറുന്നവൻ, നീയെ വേണമെങ്കിൽ നടന്നു വന്നാൽ മതി എന്ന് പറഞ്ഞ് സ്പീഡിൽ കാർ എടുത്തോണ്ട് പോകുമ്പോ അവന്റെ കാറ് പോയതിനേക്കാൾ സ്പീഡിൽ കാറിന് പിറകെ ഓടി സിൻ ആ കാറിൽ മാനേജ് ചെയ്ത് കയറിയിരിക്കുന്നു. അത് കണ്ട് ഇവൻ ആകെ ഞെട്ടുന്നുണ്ട്. നീ സത്യം പറ, ഒരു മനുഷ്യൻ തന്നെയാണോ എന്നല്ല വെൻ ചോദിക്കുമ്പോ അതെ മനുഷ്യൻ തന്നെയാണെന്ന് പറഞ്ഞ് അവൻ ആ കാറിന്റെ താക്കോലും എടുത്ത് കാറിൽ നിന്ന് വന്നതിനേക്കാൾ സ്പീഡിൽ ഇറങ്ങി പോവുകയാണ്. കാറ് നടു റോഡില് കിടന്നിടത്ത് കിടക്കുന്നതല്ലാതെ ഒരു ഇഞ്ച് അത് അനക്കാൻ പറ്റാതെ വെൻ ആകെ കുഴങ്ങുമ്പോഴേക്കും ബവോയെ അന്വേഷിച്ച് അവളുടെ അടുത്തേക്ക് സിൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് എത്തുന്ന വെന്നാകട്ടെ ഇതുപോലെ കാറിന്റെ താക്കോൽ എടുത്തതിന്റെ പേരിൽ സിന്നുമായി വഴക്കടിച്ചു
കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വെന്നിനെ കൂട്ടിക്കൊണ്ട് പോകാനായി അവന്റെ PA എത്തുന്നത്. എന്തായാലും അന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് നൈറ്റ് വളരെ ടയേർഡായി കിടന്നുറങ്ങുന്ന ബവോ അവളുടെ ഒരു ലാപ്ടോപ്പ് അടുത്ത് തന്നെ വെച്ചാണ് ഉറങ്ങുന്നത്. ഇവളിൽ നിന്ന് ഒരു സീക്രട്ട് അറിയാനായിട്ടാണ് എർത്തിലേക്ക് സിൻ വന്നത്. ഇനി ഒരു പക്ഷെ തനിക്ക് അറിയേണ്ട രഹസ്യം അവളുടെ ലാപ്ടോപ്പിലായിരിക്കുമോ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന ഡൗട്ടിൽ അവൾ അറിയാതെ നൈസായിട്ട് അതെടുത്ത് പരിശോധിക്കാനായി അവൻ ശ്രമിക്കുമ്പോഴേക്കും അവൾ ഉണരുന്നത് കൊണ്ട് തന്നെ അവൻ ഒന്നും തന്നെ നോക്കാൻ പറ്റുന്നില്ല. എന്തേലും അപ്പോഴേക്കും മുന്നേ റെസ്റ്റോറന്റിൽ പോയിട്ട് ബിൽ പേ ചെയ്യാനായി തന്റെ കയ്യിൽ കാശില്ലാത്ത കാര്യം ഓർക്കുന്ന ജിന്നിന് മനുഷ്യരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാശ് എന്നത് മനസ്സിലാവുന്നു. അതുകൊണ്ട് എങ്ങനെ കാശ് സമ്പാദിക്കാമെന്ന് അന്വേഷിക്കുന്ന അവന് ജോലിക്ക് പോയാണ് കാശ് സമ്പാദിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് കാശ് സമ്പാദിക്കാതെ മറ്റുള്ളവരുടെ കാശ് അടിച്ചു മാറ്റാനായി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അവൻ അതുപോലെ പെട്ടെന്നൊന്ന് കാശുണ്ടാക്കാനായി മോഷണം നടത്തുന്നു. മറ്റെവിടെയല്ല, നമ്മുടെ ബവോയുടെ താമസ സ്ഥലത്ത് തന്നെ അവളുടെ പാത്രങ്ങളും ക്ലോക്കും അങ്ങനത്തെ ഓരോ സാധനങ്ങൾ പിറക്കി വിറ്റ് ഒരു കടയിൽ കൊണ്ടു കാശ് വാങ്ങാനായി നോക്കുന്നുണ്ട്. അപ്പോഴേക്കും പതിയെ തന്റെ വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങളും മിസ്സാവുന്നത് മനസ്സിലാക്കുന്ന അവൾ അതിന്റെ പേരിൽ അവനെ എടുത്തിട്ട് കുടയുന്നു. അവനാകട്ടെ എല്ലാ കാര്യങ്ങളും ഏക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ മറിച്ചു വിറ്റിട്ടും അവന് കിട്ടിയത് വളരെ തുച്ഛമായ കാശാണ്. ഒരു വകയെ അറിയാത്ത ഇവനെ മോഷണം നടത്തിപ്പിച്ച് സാധനങ്ങൾ കൈക്കലാക്കി അവർ നൈസായിട്ട് പറ്റിച്ചതാണെന്ന് അവൾക്കും മനസ്സിലാവുന്നു. പോട്ടെ, ഒരു ഏലിയൻ അല്ലേ, മനുഷ്യർ എങ്ങനെയാ പെരുമാറും, എങ്ങനെ ചിന്തിക്കും എന്നതൊന്നും അറിയാത്തതുകൊണ്ട് പറ്റിയതല്ലേന്ന് ഓർത്ത് അവളും അത് കാര്യമാക്കുന്നില്ല. കൂടാതെ മോഷണം നടത്തരുത്, ജോലി ചെയ്ത് കാശുണ്ടാക്കണം എന്നത് അവൾ അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ ഇവരുള്ള സമയത്താണ് വീട്ടിലേക്ക് ബവോയുടെ അമ്മ എത്തുന്നത്. മുന്നേ വെന്നിനെ പോലെ തന്നെ ഇവരിവിടെ ഒന്നിച്ചുള്ളത് അമ്മയുടെയും കണ്ണിൽ പെടുന്നു. പെട്ടെന്ന് അമ്മയുടെ ശ്രദ്ധ അവൾ തിരിക്കുന്ന ടീം ഒളിക്കാനായി അവൾ അവന് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അമ്മ കണ്ടെങ്കിലും ഒരു ശ്രമം നടത്തി നോക്കാണ്, അമ്മ എന്തെങ്കിലും തോന്നിയതാണ് എന്നൊക്കെ പറയാലോ എന്ന് പറഞ്ഞു. പക്ഷെ അവനകട്ടെ ഒളിക്കുന്നത് കട്ടിലയില് പുറച്ചു മൂടി കിടക്കുന്ന ആ ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരുന്നു. അവനെ കണ്ട് കലി ഇളകുന്ന അമ്മ, സത്യം പറ, നീ ഇവനും തമ്മിൽ എന്താ റിലേഷൻ, എനിക്ക് ഇപ്പൊ അറിയണമെന്ന് ബഹളം വെക്കുമ്പോ എന്റെ ബോഡി ഗാർഡ് അമ്മ ആരും ഇല്ലാത്ത ഒരു പാവുക, അതുകൊണ്ട് ഞാനൊരു ജോലി കൊടുത്തു, അത്രേ ഉള്ളൂ എന്നല്ല അവള് പറയുമ്പോ അമ്മ അത് വിശ്വസിക്കുന്നേ ഇല്ല. എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് പുറത്തു വെച്ച് തന്നെ പോലെ തന്നെ തന്റെ ഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു ഏലിയനെ സിൻ കാണുന്നത്. അവൻ സിന്നോട് എത്രയും പെട്ടെന്ന് നീ മടങ്ങി വാ, നിന്റെ സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോ മുത്തശ്ശൻ എന്നെ ഏൽപ്പിച്ച കാര്യം കംപ്ലീറ്റ് ചെയ്യാതെ എനിക്ക് വരാൻ സാധിക്കില്ല, എന്താണ് ആ രഹസ്യമെന്ന് അറിഞ്ഞ ശേഷം മാത്രം ഞാൻ വരാമെന്ന് പറയുമ്പോ നിനക്കിനി അധികം സമയമില്ല, എത്രയും പെട്ടെന്ന് മടങ്ങി വന്നില്ലെങ്കിൽ നീ ഇവിടെ തന്നെ ഇല്ലാണ്ടാവുമെന്ന കാര്യം മറക്കരുത്. നമ്മുടെ ബോഡി ഒരിക്കലും ഈ ഒരു പ്ലാനറ്റിന് സ്യൂട്ട് ആയതല്ല, നമ്മുടെ പ്ലാനറ്റിൽ മാത്രമേ നമുക്ക് ലൈഫ് ഉള്ളൂ എന്നും പറഞ്ഞ് ആ ഏലിയൻ പോകുമ്പോ ഈ ഒരു നടന്ന സംഭാഷണം എല്ലാം ബവോ കേട്ടിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ അവൾ ആകെപ്പാടെ കൺസേൺ ആവുന്നു. കാരണം പതിയെ സിന്നിന്റെ പ്രസൻസ് അവൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്താ ഒരു പ്രശ്നം വന്നാലും അവൻ കട്ടയ്ക്ക് കൂടെ ഉണ്ടാകുമെന്നൊരു തോന്നൽ അവൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അവളെ കാണുന്ന വെൻ അവന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയുന്നുണ്ട്. കാരണം ഇപ്പോ ബോയ് ഫ്രണ്ട് ആണോ ജസ്റ്റ് ഫ്രണ്ട് ആണോ എന്താണ് എന്ന് പോലും അറിയാത്ത ഒരാള് ബവോയുടെ കൂടെ ഉണ്ട് എന്നറിയുന്ന അവൻ അവളോട് ഇനി ഇഷ്ടം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ തനിക്ക് നഷ്ടമാകും എന്ന് തോന്നലിന്റെ പുറത്ത് അവളോട് ആ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോ അവളാകട്ടെ ഇവനോട് ക്രഷ് അടിച്ച് ഇത്രയും നാള് നടക്കുകയായിരുന്നെങ്കിലും എന്തോ അവനോട് തനിക്ക് വേറൊരാളെയാണ് ഇഷ്ടം, അതുകൊണ്ട് സോറി എന്നാണ് അവൾ മറുപടി പറയുന്നത്. അങ്ങനെ അവൾ ഓഫീസിൽ നിന്ന് മടങ്ങും വഴി അന്ന് മറ്റേ ഏലിയൻ അവളെ പിന്തുടരുന്നുണ്ട്. അവൾ ആകെ പേടിച്ച് അവൻ ഏലിയൻ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മുന്നേ സിന്നിന്റെയും ഈ ഏലിയന്റെയും സംസാരം കേട്ടതുകൊണ്ട് തന്നെ അവനെ കണ്ട് ആകെ പേടിച്ച് രക്ഷപ്പെടാനായി ശ്രമിക്കുമ്പോൾ അവളെ ആരോ സൈഡിലേക്ക് പിടിച്ചു വലിക്കുന്നു. താൻ പിടിക്കപ്പെട്ടു എന്ന് പേടിച്ച് അവൾ നിൽക്കുമ്പോഴേക്കും അത് സിന്നായിരുന്നു. സിൻ ആ ഏലിയൻ ബവോയെ പിന്തുടരുന്നത് മനസ്സിലാക്കി അതിൽ നിന്ന് അവളെ സേഫായി മാറ്റി നിർത്തിയിരിക്കുകയാണ്. കൂടാതെ അവളെ സേഫായി വീട്ടിലേക്ക് കൊണ്ടുപോയി ഇരുത്തുന്ന അവൻ പേടിക്കേണ്ട, ഞാൻ നിന്റെ കൂടെ തന്നെ കാണുമെന്ന് അവൾക്ക് ഉറപ്പ് നൽകിയ ശേഷം എന്തിനാണ് അവളെ ഇപ്പോ ഇവൻ പിന്തുടർന്ന് വന്നതെന്ന് അറിയാനായി ആ ഏലിയനെ ചെന്ന് കാണുന്നു. ആ ഒരു സമയത്ത് നിന്നെ ആ പെണ്ണിന്റെ സീക്രട്ട് അറിയാനാ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്, അല്ലാതെ അവളെ പ്രണയിച്ച് അവളെ പ്രൊട്ടക്ട് ചെയ്ത് നടക്കാനല്ല. അതുകൊണ്ട് നിനക്ക് പറ്റത്തില്ലെങ്കിൽ ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കും. കൂടാതെ ഇനി ഒരാഴ്ച അതിനുള്ളിൽ എല്ലാം അവസാനിപ്പിച്ച് നീ മടങ്ങി വന്നില്ലെങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. എന്തായാലും ഈ അറിഞ്ഞ കാര്യങ്ങളെ പറ്റി ഒന്നും തന്നെ അവൾ പിന്നീട് സിന്നിനോട് ചോദിക്കാനായി നിൽക്കുന്നില്ല. പക്ഷെ അവൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. അവൾ അവളുടെ ഫ്രണ്ടിനോട് ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. നീ ഒരുപാട് പേരെ ഡേറ്റ് ചെയ്ത് പരിചയമുള്ള ഒരാളല്ലേ, അതുകൊണ്ട് എന്റെ ഈ സംശയം ഒന്ന് തീർത്തുക. നിനക്കൊരാളെ ഇഷ്ടം, ആൾക്ക് തിരിച്ച് നിന്നോടും വലിയ കാര്യ, പക്ഷെ എന്തോ ഒരു സീക്രട്ട് നിന്നോട് മറച്ചു വെക്കുന്നുണ്ട് എന്ന് തോന്നിയാ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ആൾക്ക് എന്നോടും കാര്യമാണ്, എനിക്കും തിരിച്ച് അതേപോലെ കാര്യമാണെങ്കിൽ ആ ഒരു റിലേഷൻ എങ്ങനെ വേണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കും, പുള്ളിയെ ഞാൻ അങ്ങനെ മിസ് ചെയ്യാൻ ആഗ്രഹിക്കില്ലെന്ന് ഫ്രണ്ട് പറയുന്നു. എന്തെങ്കിലും അങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെൻ അവിടെ ബവോയെ കാണാനായി വരുന്നുണ്ട്. അവൾ അവനോട് അവൻ മുന്നേ ഇവളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതിനു ശേഷം ഇപ്പോഴും വലിയ താല്പര്യമില്ലാതാണ് പെരുമാറുന്നത്. ഈ കാര്യം ശ്രദ്ധിക്കുന്ന ഫ്രണ്ട്, നിനക്ക് അവനോട് ഒരു ക്രഷ് ഉള്ളത് എനിക്ക് കാലാകാലങ്ങളായിട്ട് അറിയാവുന്ന കാര്യം, പിന്നെന്തിനാ അവൻ നിന്നോട് ഇങ്ങനെ സംസാരിക്കാൻ വരുമ്പോ നീ അവനെ ഒരു കാര്യമില്ലാതെ അവോയ്ഡ് ചെയ്ത് വിടുന്നതെന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ ഇവരുടെ സംസാരത്തിന്റെ കുറച്ചു ഭാഗം അങ്ങോട്ടേക്ക് എത്തുന്ന സിൻ കേട്ടിട്ടുണ്ടായിരുന്നു. അവൻ കേൾക്കുന്നത് വെന്നിനോട് ബവോയ്ക്ക് ഉണ്ടായിരുന്ന ക്രഷിനെ പറ്റി സംസാരിക്കുന്നതാണ്. അത് കേൾക്കുന്ന അവൻ ബാക്കി കേൾക്കാൻ നിൽക്കാതെ പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നു. ആ ഒരു സമയം അവൻ വളരെ അപ്സെറ്റ് ആയിരുന്നു. കാരണം അവനൊരു ഏലിയൻ ആണ്, ഇവളൊരു ഹ്യൂമൻ ആണ് എന്ന് അറിഞ്ഞിട്ട് പോലും അവളോട് ഒരു താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവളിൽ നിന്ന് അറിയാൻ വന്ന സീക്രട്ട് പോലും അറിയാൻ നിൽക്കാതെ ഏതാണ്ട് തനിക്ക് ആപത്താണെന്ന് പോലും മനസ്സിലായിട്ട് പോലും ഇവിടെ നിന്ന് പോകാൻ മെനക്കെടാതെ ഇവിടെ തന്നെ നിന്നത് ആ ഒരു ഇഷ്ടം
ഇഷ്ടത്തിന്റെ പുറത്താണ്. അവൻ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ അവൾ അവനെ കാണുന്നുണ്ട്. അവൾ ആ ഒരു മൊമെന്റ് അവനോട് അവൾക്കുള്ള ഇഷ്ടം തുറന്നു പറയുന്നുണ്ട്. അവനും ഒരുപക്ഷെ തങ്ങൾ ഒന്നിക്കാൻ ചാൻസ് ഇല്ല എന്നറിഞ്ഞിട്ട് പോലും അവളോടുള്ള ഇഷ്ടവും തുറന്നു പറയുന്നു. എന്തായാലും ഇനി തനിക്കുള്ള വളരെ കുറച്ച് ദിവസങ്ങൾ ഇവിടെ അവളുടെ കൂടെ വളരെ മെമ്മറബിൾ ആയി സ്പെൻഡ് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ എങ്ങനെ ഹാപ്പി ആക്കാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിനായിട്ട് അവളോട് അവളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് അവൻ ചോദിക്കുകയാണ്. ഒറ്റ രാത്രിയിൽ എനിക്ക് കോടീശ്വരി ആവണം, ലൈഫ് ലോങ് നീ ഞാനും ഒന്നായിരിക്കണം, പിന്നെ അത് ഇത് എന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നടക്കുന്ന ഒരു ആഗ്രഹവും നിന്റെ ലിസ്റ്റിലില്ലല്ലോ എന്ന് അവൻ ചോദിക്കുന്ന ടീം അതെന്താ ബാക്കി പറഞ്ഞതൊന്നും നടക്കില്ലെങ്കിലും നീ ഞാനും ഒന്നിച്ചുള്ളത് നടക്കില്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി പറയാതെ പെട്ടെന്ന് അവൻ അവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാനായി മാറിപ്പോകുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് ആ ഏലിയൻ വേഷം മാറി വരുന്നുണ്ട്. അവൻ ജസ്റ്റ് ഒരു കരടിയുടെ ഫാൻസി ഡ്രസ് ഇട്ടിരിക്കുന്ന ഒരാളെ പോലെ അവിടെ ഓരോരുത്തരെ ഓരോ ആക്ഷനൊക്കെ കാണിച്ച് നിൽക്കുന്നത് പോലെ പതിയെ അവളുടെ അടുത്തേക്ക് വരുന്നു. അങ്ങോട്ടേക്ക് സിൻ തിരിച്ചെത്തുന്നത് കൊണ്ട് അവന് മടങ്ങി പോകേണ്ടി വരുന്നു. അപ്പോഴേക്കും ബവോയെ അന്വേഷിച്ച് അവിടേക്ക് വെൻ വന്നിട്ടുണ്ടായിരുന്നു. വെൻ ബവോയെയും സിന്നിനെയും ഒന്നിച്ച് കണ്ട് ആകെ കലി ഇളകുകയാണ്. ഇവനെ പറ്റി എനിക്ക് എന്തൊക്കെയോ ഡൗട്ട് ഉണ്ട്. ഇവൻ ഒരു മനുഷ്യനാണോ എന്ന് തന്നെ ഇവന്റെ പെരുമാറ്റം കാണുമ്പോൾ ഞാൻ സംശയിക്കുന്നുണ്ട്. ഇവൻ നിനക്ക് ഡേഞ്ചർ ആണ്, വെറുതെ ഇവനെ വിശ്വസിച്ച് ലൈഫ് സ്പോയിൽ ചെയ്യില്ലെന്നെല്ലാം വെൻ പറയുമ്പോൾ ഇവനെ പറ്റി എനിക്ക് എല്ലാം അറിയാം, മറ്റൊരാളിൽ നിന്ന് എനിക്കൊന്നും ഇനി അറിയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് അവനെയും കൂട്ടി അവൾ അങ്ങ് പോവാണ്. ആ ഒരു സമയത്ത് നിനക്ക് എന്നിൽ നിന്ന് എന്തോ ഒരു സീക്രട്ട് അറിയണം, അത് അറിയാനായിട്ടാണ് നീ ഇവിടേക്ക് എന്നെ അന്വേഷിച്ച് വന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നവൾ പറയുമ്പോൾ അവൻ ആകെ ഞെട്ടുന്നു. കാരണം അത് അവൾക്ക് അറിയാമെന്ന് അവൻ അറിയില്ലായിരുന്നു. എന്നിട്ട് ഇത്രയും നാള് എന്നോട് അതിനെപ്പറ്റി സംസാരിക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്കത് എന്താണ് ഏതാണ് എന്നറിയാൻ താല്പര്യമില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കണ്ട എന്നായിരുന്നു അവളുടെ മറുപടി. എന്തായാലും പിന്നീട് അങ്ങോട്ട് താൻ ഇവിടെ നിന്ന് എന്നേക്കുമായി ഇല്ലാണ്ടാവുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന ബവോ സങ്കടപ്പെടരുത് എന്ന കാരണം കൊണ്ട് അവൾക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായി തീരുമാനിക്കുന്ന സിൻ അതിനോടൊപ്പം തന്നെ വെന്നിനെ ചെന്ന് കണ്ട് താൻ ആരാണ് എന്താണ് എന്ന കാര്യങ്ങൾ അവനോട് തുറന്നു പറയുന്നു. നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ഒരു ഏലിയൻ തന്നെയാണ്, ഞാൻ അധികം വൈകാതെ ഇവിടം വിട്ടുപോകും. ആ ഒരു സമയത്ത് വളരെ വിഷമിച്ചിരിക്കുന്ന ബവോയെ കാണാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ പോയാലും നിങ്ങൾ അവളുടെ കാര്യങ്ങൾ നോക്കണമെന്ന് ബവോയെ പറ്റി സിൻ വെന്നിനോട് പറയുന്നു. പക്ഷെ പിന്നീട് സിൻ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. അവനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാനായി വന്ന ആ ഒരു ഏലിയൻ സിൻ അറിയാതെ ബവോയെ തട്ടിക്കൊണ്ടുപോയി അവളുടെ മെമ്മറീസ് ഇറേസ് ചെയ്യാനായി നോക്കാണ്. കാരണം അവൾ ഈ ഒരു പ്രോഗ്രാമിങ്ങും ഒപ്പം റോബോട്ടിക്സും ഒക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ജിന്നിന്റെ പ്ലാനറ്റിൽ അവർ മനുഷ്യരെ കണക്കിരിക്കുന്ന ഏലിയൻ റോബോട്ടുകൾ ആയതുകൊണ്ട് തന്നെ അവരുടെ ഫീലിംഗ്സ് ഒക്കെ ഇറേസ് ചെയ്ത് അവരെ കൂടുതൽ പവർഫുൾ ആക്കാനായി, അവർക്ക് വേറെ ഇമോഷൻസ് ഒന്നും അവരെ ബാധിക്കാത്ത രീതിയിൽ ഒരു മിഷൻ കണക്ക് അവരെ മാറ്റാനായി കുറെ എക്സ്പെരിമെന്റ്സ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്റെ ചെറുമകൻ അടക്കം ഒരുപാട് പേർ വെറും യന്ത്രങ്ങൾ കണക്കാവുന്നു. അവർ മനുഷ്യരെ പോലെ ജീവിക്കണം എന്ന ആഗ്രഹമുള്ള മുത്തശ്ശൻ ഇവിടുത്തെ ബവോയുമായി സംസാരിച്ച് ഇവരെ തിരികെ മനുഷ്യർ കണക്കാക്കുന്ന പ്രോഗ്രാമിംഗ് കോഡ് ഡെവലപ്പ് ചെയ്യാനായി കുറച്ച് നാളുകൾക്ക് മുന്നേ ശ്രമിച്ചിരുന്നു. അതിന്റെ ഓർമ്മയാണ് ഇവൾക്ക് അന്ന് വന്നത്. എന്തായാലും പ്ലാനറ്റിൽ നിന്ന് ഇവനെ പറഞ്ഞു വിട്ട മുത്തശ്ശൻ എത്രയും പെട്ടെന്ന് അവളിൽ നിന്ന് അത് മനസ്സിലാക്കി തിരിച്ചെത്താനായി അവനോട് പറഞ്ഞു. പക്ഷെ അത് മനസ്സിലാക്കുമ്പോഴേക്കും അവൻ പ്ലാനറ്റിലേക്ക് തിരിച്ച് വരാത്ത രീതിയിൽ അവന്റെ പ്ലാനറ്റും അവിടെയുള്ള അവന്റെ വേണ്ടപ്പെട്ടവരെയും ഒക്കെ ഉപേക്ഷിച്ച് ഒരു മനുഷ്യൻ കണക്ക് ഇവിടെ ജീവിക്കണം എന്നതായിരുന്നു മുത്തശ്ശൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അതിനായി ആ കോഡ് മനസ്സിലാക്കി അവന്റെ ശരീരത്തില് സെൽഫ് ഡിസ്ട്രക്ഷനുള്ള മെക്കാനിസം ഓഫ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ അത് ചെയ്തില്ലെങ്കിലാണ് ഇവിടെ വെച്ച് അവൻ മരണപ്പെടുക എന്ന കാര്യമുള്ളത്. അങ്ങനെ അതിനുവേണ്ടിയാണ് പറഞ്ഞു വിട്ടതെങ്കിലും അവളിൽ നിന്ന് അത് ചെയ്യാതെ ഇവിടെ തന്നെ അങ്ങ് താൻ ഇല്ലാണ്ടാവുന്നെങ്കിൽ ആവട്ടെ എന്ന് അവൻ കരുതി. പക്ഷെ അവനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനായി വന്ന ഏലിയൻ റോബോട്ട് അവൻ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകണമെന്ന ലക്ഷ്യത്തിൽ ഇവളെ ഉപദ്രവിച്ച് അവളുടെ മെമ്മറീസ് എല്ലാം ഇറേസ് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവർ തമ്മിൽ ഒന്നിച്ചുള്ള പല മെമ്മറീസും അതിലൂടെ മനസ്സിലാവുന്നുണ്ട്. അതായത് എത്രത്തോളം ഹാപ്പി ആയിട്ടാണ് ഇവിടെ ഒരു ഹ്യൂമന്റെ കൂടെ സിൻ ഉണ്ടായിരുന്നത് എന്ന കാര്യം. ഫീലിംഗ്സ് ഒക്കെ തങ്ങളിൽ നിന്ന് അപ്പാടും പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഏലിയന് താൻ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാതെ താൻ ചെയ്യാൻ വന്ന ദൗത്യം ഫെയിൽ ആയതായി പ്രഖ്യാപിച്ച് സെൽഫ് ഡിസ്ട്രക്ഷൻ ഓണാക്കി തുടർന്ന് ആരെയും ഹാം ചെയ്യാൻ താല്പര്യമില്ലാതെ ഇവിടെ നിന്ന് അത് ഇല്ലാണ്ടാവുന്നു. അപ്പോഴേക്കും അവൻ ആക്രമിച്ചതിലൂടെ അവളുടെ മെമ്മറി ഫുള്ള് നഷ്ടപ്പെട്ടു എന്നാണ് സിൻ വിചാരിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ താൻ ഇനി വീണ്ടും അവളുടെ മുന്നിൽ പോയി അവളെ ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് പിന്നീട് താൻ ഇവിടെ നിന്ന് ഇല്ലാണ്ടാവുമ്പോൾ അവളെ സങ്കടപ്പെടുത്തേണ്ട എന്ന് കരുതി ഒഴിഞ്ഞു മാറാൻ അവൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് മെമ്മറീസ് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ അവന്റെ അടുത്തേക്ക് എത്തുന്നു. കൂടാതെ അവൻ എന്തിനാണ് എർത്തിലേക്ക് വന്നതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് പറയുന്ന അവൾ അവന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അവന്റെ സെൽഫ് ഡിസ്ട്രക്ഷൻ ആവുന്ന ഇമോഷൻസ് ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ആ ഒരു റോബോട്ടിക് മെഷീൻ ലൈഫ് കണക്ക് അവരിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത് മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നു. അതുവഴി അവനെ അവൾ റെഡിയാക്കി എടുക്കുന്നുമുണ്ട്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മാറി ഇനി അവന് ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്റെ കൂടെ ഈ എർത്തിൽ ജീവിക്കാമെന്ന് അവൾ കരുതുമ്പോഴേക്കും അവന്റെ ചിന്ത പോകുന്നത് അവനെ കണക്ക് ഒരുപാട് പേർ അവന്റെ പ്ലാനറ്റിലുണ്ട്, യാതൊരുവിധ ഇമോഷൻസും ഇല്ലാതെ ജസ്റ്റ് മെഷീനുകളെ പോലെ ജീവിക്കുന്നവർ. തന്റെ മുത്തശ്ശൻ ആഗ്രഹിച്ചതുപോലെ അവരെയെല്ലാം തിരിച്ച് തന്നെ പോലെ ഇമോഷൻസ് ഉള്ള സാധാരണ ഒരു മനുഷ്യർ കണക്ക് ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളായി മാറ്റണം എന്ന ചിന്തയിൽ അവന്റെ ബവോ അറിയാതെ അവൾ ഉറങ്ങുകയാണെന്ന് കരുതി അവൾക്കൊരു കിസ് കൊടുത്ത് യാത്ര പറഞ്ഞു പോവുകയാണ്. അവൾ യഥാർത്ഥത്തിൽ ഉറങ്ങുകയായിരുന്നില്ല. അവൻ താൻ തടഞ്ഞാലും പോകും എന്നറിയാവുന്നത് കൊണ്ട് അവൾ അതിനെ തടസ്സപ്പെടുത്താതെ ഇരുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അവൻ പോയതോടെ അവൾ ആകെ സങ്കടത്തിലായിട്ടുണ്ടായിരുന്നു.
നീ പോവണ്ടെന്ന് ഞാൻ പറയില്ല, നീ പൊക്കോ, പക്ഷെ എന്തെങ്കിലും നീ എനിക്ക് വേണ്ടി മടങ്ങി വരണം, അതിനായി ഞാൻ കാത്തിരിക്കുന്നു. അവൾ ആകാശത്തേക്ക് നോക്കി ഉറക്കെ പറയുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ കടന്നു പോകുന്നു. ഏതാണ്ട് 2-3 വർഷം കടന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നും സെന്നിന്റെ വരവ് പ്രതീക്ഷിച്ച് തന്നെയാണ് ബാവോ ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അപ്രതീക്ഷിതമായി ആകാശത്തൂടെ ഒരു തിമിംഗലം നീന്തുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. അത് കണ്ട് അവൾ വളരെ ആശ്ചര്യത്തോടെ അതിലേക്ക് നോക്കി നിൽക്കുകയാണ്. കാരണം ഇവളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് സെൻ ചോദിച്ചപ്പോ പല ആഗ്രഹങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആകാശത്തൂടെ തിമിംഗലം നീന്തുന്നത് കാണണമെന്നൊരു ആഗ്രഹം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേ അവൻ നടക്കാത്ത ആഗ്രഹങ്ങളെ നിന്റെ ലിസ്റ്റിലുള്ളോ എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇത് കണ്ട് അവനെ ഓർത്ത് നിൽക്കുന്ന അവളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് അവൻ അവിടേക്ക് എത്തുന്നു. അതെ, അവൻ അവൾക്ക് വേണ്ടി മടങ്ങി വന്നത് അവൾക്കൊരു സർപ്രൈസ് ആയിട്ട് അറിയിക്കാനായി ഒരിക്കലും നടക്കില്ലെന്ന് അവൻ തന്നെ കളിയാക്കിയ അവളുടെ ആഗ്രഹം അവന്റെ ഏലിയൻ പവർ ഉപയോഗിച്ച് അവൻ നടത്തി കൊടുത്തിരിക്കുന്നു. അവൾക്ക് ഒരു ഇല്യൂഷൻ പോലെ നൽകിയിരിക്കുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം താൻ കാത്തിരുന്ന ആള് തന്റെ അടുത്തേക്ക് എത്തിയ സന്തോഷത്തിൽ അവളും ഇനി അവളെ വിട്ട് പിരിഞ്ഞു പോവാതെ അവളുടെ കൂടെ ഒരു ഹാപ്പി ലൈഫ് ആഗ്രഹിച്ചതുപോലെ ജീവിക്കാമെന്ന സന്തോഷത്തിൽ അവനും ഇവിടെ ഒന്നാകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊരു ഫാന്റസി സ്റ്റോറിയാണ്. ഏലിയനുകൾ ഉണ്ടോ ഇല്ലയോ എന്ന വാദം നടക്കുന്നത് പോലെ തന്നെ ഇതൊക്കെ യുക്തിക്ക് നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇത് ഫാന്റസി സ്റ്റോറിയാണ്. അതിനെ ആ ഒരു സെൻസിൽ എടുക്കണം എന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.